കൊച്ചി IPL ടീമിന്റെ ഉടമസ്ഥതാ വിവാദത്തിൽ വിദേശകാര്യ സഹമന്ത്രി ശശി തരൂരിനെതിരെ മുനവച്ച പരാമർശങ്ങളുമായി IPL ചെയർമാൻ ലളിത് മോഡി രംഗത്ത്. കൊച്ചി ടീം വാങ്ങിയ റോണ്ടീവു കൺസോർഷ്യത്തിലെ ഓഹരി ഉടമകളിൽ ഒരാളായ സുനന്ദ പുഷ്കർ ശശി തരൂരുമായി അടുപ്പമുള്ളയാളാണെന്ന് മോഡി ട്വിറ്ററിൽ പറയുന്നു. എന്നാൽ മോഡിയുടെ ആരോപണങ്ങൾ ശശി തരൂരിനെ അപകീർത്തിപ്പെടുത്താനുള്ളതാണെന്ന് തരൂരിന്റെ ഓഫീസ് പ്രതികരിച്ചു. റോഷൻ ദേവ് എന്ന വ്യക്തിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് ലളിത് മോഡി കൊച്ചി IPLന്റെ ഓഹരി ഉടമകളുടെ പട്ടിക ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത്. കൊച്ചി IPLൽ റോണ്ടീവുവിന് 25% ഓഹരിയുണ്ട്. പിന്നീടുള്ള 75% ഓഹരികളാണ് റോണ്ടീവു കൺസോർഷ്യം എന്ന പേരിൽ വിഭജിച്ചിട്ടുള്ളത്. അതിൽ റോണ്ടീവു 1%, ആങ്കർ 27%, പരിനി 26%, ഫിലിം വേവ്സ് 12%, ആനന്ദ് ശ്യാം 8%, വിവേക് വേണുഗോപാൽ 1% എന്നിങ്ങനെയാണ് ഓഹരികൾ. ഇതിൽ റോണ്ടീവുവിന്റെ 18% ഓഹരി സുനന്ദ പുഷ്കർ എന്ന വ്യക്തിക്കാണെന്നും അവർക്ക് ശശി തരൂരുമായി അടുത്ത ബന്ധമാണുള്ളതെന്നും മോഡി പറയുന്നു. സുനന്ദയും തരൂരും വിവാഹിതരാകാൻ പോകുന്നതായി കേൾക്കുന്നുണ്ടെന്നും മോഡി ട്വിറ്ററിലൂടെ പറയുന്നു. എന്നാൽ മോഡിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ശശി തരൂരിന്റെ ഓഫീസ് പ്രതികരിച്ചു. തരൂരിനെ അപകീർത്തിപ്പെടുത്താനാണ് മോഡിയുടെ ശ്രമം. സുനന്ദ പുഷ്കറുമായി ശശി തരൂരിന് ബന്ധമൊന്നുമില്ല. കൊച്ചി IPL ടീമിന്റെ ഓഹരികൾ വാങ്ങണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് സ്വന്തം നിലയ്ക്ക് വാങ്ങാമായിരുന്നുവെന്നും ശശി തരൂരിന്റെ ഓഫീസ് വ്യക്തമാക്കി. IPL ചെയർമാൻ എന്ന നിലയിൽ രഹസ്യമാക്കി വെക്കേണ്ട ഓഹരി വിവരങ്ങൾ ട്വിറ്ററിലൂടെ പരസ്യപ്പെടുത്തിയതാണ് കൊച്ചി IPL ടീം ഉടമകളായ റോണ്ടീവു സ്പോർട്സ് വേൾഡിനെ ചൊടിപ്പിച്ചത്. ഗുജറാത്ത് ലോബിക്ക് വേണ്ടി കേരളത്തിന്റെ IPL ടീമിനെ അട്ടിമറിക്കാൻ IPL ചെയർമാൻ ലളിത് മോഡി ശ്രമിക്കുന്നുവെന്ന ആരോപണമുയർന്നതിന് പിന്നാലെയാണ് മോഡി ട്വിറ്ററിലൂടെ ഓഹരി വിവരങ്ങൾ പുറത്തുവിട്ടത്. തുടർന്ന് മോഡിക്കെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് ടീം മാനേജ്മെന്റ് BCCI പ്രസിഡന്റ് ശശാങ്ക് മനോഹറിന് പരാതി നൽകി. ഇതിനു പിന്നാലെയാണ് ലളിത് മോഡിയെ BCCI പ്രസിഡന്റ് ശശാങ്ക് മനോഹർ ശാസിച്ചത്. മുമ്പ് ടീം ലേല നടപടികൾ ശക്തിപ്പെടുത്തിയപ്പോൾ ശശാങ്ക് മനോഹർ ഇടപെട്ടായിരുന്നു അത് മാറ്റിച്ചത്. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.